പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും സമാധാനവും നിങ്ങൾക്കെല്ലാവർക്കും നേർന്നുകൊണ്ട് വചനം നിൻവചനം എന്ന ഈ അടിയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നാം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ശുദ്ധീകരണ സ്ഥലം എന്ന് ഒന്നുണ്ടോ? ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ടോ? ശുദ്ധീകരണ സ്ഥലം എന്നത് കത്തോലിക്ക സഭ കണ്ടുപിടിച്ച, സഭയ്ക്ക് പണമുണ്ടാക്കുവാനായി കണ്ടുപിടിച്ച ഒരു ഭാവനാ സൃഷ്ടിയാണോ? സാധാരണക്കാരായ മനുഷ്യരുടെ എന്നും അവരുടെ മനസ്സിൽ അവർ കൊണ്ടു നടക്കുന്നതും ചോദിക്കുന്നതുമായ 4-5 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുവാനാണ് ഇന്ന് നാം ശ്രമിക്കുന്നത്. ആദ്യമായി, ശുദ്ധീകരണ സ്ഥലം എന്നൊന്നുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ്? അതുമല്ലെങ്കിൽ ബൈബിളിൽ ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ചോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയോ സംബന്ധിച്ചോ എവിടെയെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ആദ്യത്തെ ചിന്തിക്കുന്ന വിഷയം. പ്രിയ സഹോദരങ്ങളെ, ഈ ചോദ്യത്തിന് ഒറ്റ വാചകത്തിൽ ഉത്തരം പറഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഇനി സഭ നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച്, ഈ പുസ്തകം നമ്മളോട് എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ പുസ്തകത്തിലെ 1030 ഖണ്ഡിക ഇപ്രകാരം പറയുന്നു: ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിനു വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു. ഇതാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാം, പിതാവായ ദൈവം പരമ പരിശുദ്ധനാണ്. പരിശുദ്ധി ഇല്ലാത്ത ഒന്നിനും പിതാവായ ദൈവത്തിന്റെ അടുത്ത് പ്രവേശിക്കുക സാധ്യമല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പഴയ നിയമത്തിൽ പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ മോശ ഹേറോബിലെ മലയിലേക്ക് പ്രവേശിക്കുമ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപടർപ്പുകൾ കണ്ട മോശ ഇതെന്താണെന്ന് അറിയുവാനുള്ള ആഗ്രഹത്തോടുകൂടി ഹേറോബ് മലയെ സമീപിക്കുമ്പോൾ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. കർത്താവ് മോശയോട് പറഞ്ഞു, നിന്റെ ചെരുപ്പ് ഊരിയിടുക. കാരണം മോശ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. മോശ അപ്രകാരം ചെയ്യുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ദൈവം മോശയോട് ചെരുപ്പ് ഊരിയിടാൻ പറഞ്ഞത്? വിശുദ്ധിയില്ലാത്ത ഒന്നിനും പരമപരിശുദ്ധനായ പിതാവിന്റെ അടുക്കേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. പിതാവായ ദൈവം വസിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ നാം മുഖാമുഖം കാണുന്ന സ്ഥലമാണ് സ്വർഗം എന്ന് നാം വിശേഷിപ്പിക്കപ്പെടുന്നത്. അവിടെ അശുദ്ധമായത് ഒന്നും പ്രവേശിക്കുക സാധ്യമല്ല. സഭ നമ്മളോട് പറയുന്നത്, മാമോദീസ സ്വീകരിക്കുന്നത് വഴി, അല്ലെങ്കിൽ മാമോദീസായിലൂടെയും കുദാശകളിലൂടെയും ഒരു ആത്മാവ് നിത്യരക്ഷയ്ക്ക് അവകാശിയായി തീർന്നിട്ടുണ്ട്. എന്നാൽ പിതാവായ ദൈവത്തിന്റെ പരമ പരിശുദ്ധിയിലേക്ക്, ദൈവത്തെ മുഖാമുഖം കാണുവാനുള്ള പരിശുദ്ധി അവൻ നേടിയിട്ടില്ല. അങ്ങനെ നേടിയാൽ മാത്രമേ പിതാവായ ദൈവത്തെ കാണുവാനായി നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ ഈ ആത്മാവിന് സാധിക്കുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, കത്തോലിക്ക സഭയുടെ ഈ മതബോധന ഗ്രന്ഥം 1023-ാം ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തവർ അവിടുത്തെ മുഖാമുഖം കാണുകയും ഒപ്പം വസിക്കുകയും ചെയ്യുന്നു. ഇതാണ് സ്വർഗം എന്ന് വിശേഷിക്കപ്പെടും. ഈ മതബോധന ഗ്രന്ഥം 1034-ാം ഖണ്ഡികയിൽ നരകത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്താണ് നരകം?
ദൈവത്തെ സ്വതന്ത്ര മനസ്സോടെ സ്നേഹിക്കുവാനായി നിശ്ചയിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവിടത്തേക്ക് ഐക്യപ്പെടുവാൻ കഴിയുകയില്ല. തൻ്റെ ജീവിതകാലം മുഴുവൻ വിശ്വസിക്കാത്തവനും മാനസാന്തരപ്പെടാത്തവനുമായി ജീവിച്ചു മരിച്ച ഒരുവൻ നിവദിക്കുന്ന സ്ഥലമാണ് നരകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ സഭ നമ്മളെ കൃത്യവും വ്യക്തവുമായി സ്വർഗം എന്താണ്, നരകം എന്താണ്, ശുദ്ധീകരണ സ്ഥലം എന്താണ് എന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ബൈബിളിൽ എവിടെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, വെളിപാടിന്റെ പുസ്തകം 21 അധ്യായം 27 വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവൻ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛമായതും ഔഢല്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുന്നില്ല. ഇനി 2 മക്കബായർ 12 അധ്യായം 43 മുതൽ 45 വരെയുള്ള വചനങ്ങളിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ കൂടുതലായി ഞാൻ അവിടെ പറഞ്ഞുകൊള്ളാം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ശുദ്ധീകരണ സ്ഥലം എന്നൊന്നുണ്ട്. അതുണ്ടാകുവാൻ കാരണം അശുദ്ധമായതിനൊന്നും ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. കാരണം ദൈവം പരമ പരിശുദ്ധനാണ്. വിശുദ്ധി കൂടാത്തതൊന്നും ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുക സാധ്യമല്ല. അതിനാൽ ഞാനും നിങ്ങളും ചെറിയ ചെറിയ പാപങ്ങൾ നിമിത്തം വിശുദ്ധി നഷ്ടപ്പെട്ടവരാണ്. അങ്ങനെ വിശുദ്ധി നഷ്ടപ്പെട്ട നാം ഒരു വിശുദ്ധീകരണത്തിലൂടെ, ഒരു അഗ്നിശുദ്ധിയിലൂടെ നാം കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണ പരിശുദ്ധനായ ദൈവത്തെ മുഖാമുഖം കാണുവാൻ സാധിക്കുകയുള്ളൂ, സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പോൾ നാം നരകത്തിൽ പോകുവാൻ യോഗ്യരല്ലാത്തത് കൊണ്ടും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ടും ഇതിനിടയിൽ ഒരു ശുദ്ധീകരണത്തിന് വിധേയരായി കഴിയുന്ന ഒരു ഗണം അല്ലെങ്കിൽ ഒരു കൂട്ടം ആത്മാക്കളെയാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. സ്വർഗം എങ്ങനെയിരിക്കുന്നു, നരകം എങ്ങനെയിരിക്കുന്നു, ശുദ്ധീകരണ സ്ഥലം എങ്ങനെയിരിക്കുന്നു, ഇതൊരു സ്ഥലമാണോ? ഇതിന്റെ ആകൃതിയോ പ്രകൃതിയോ ഒന്നും ആരും കണ്ടിട്ടില്ല. സ്വർഗത്തിലേക്ക് പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. മനുഷ്യർ നരകത്തിലേക്ക് പോയവരും തിരിച്ചു വന്നിട്ടില്ല. ശുദ്ധീകരണത്തേക്ക് സ്ഥലത്തിലേക്ക് പോയവരും തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ വൈദ്യശാസ്ത്രം മരിച്ചു എന്ന് വിധി എഴുതി മരണം സ്ഥിരീകരിച്ച ചില വ്യക്തികൾ സ്വർഗവും നരകവും ഉണ്ട് എന്ന് പറയുവാനായി, ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനായി വീണ്ടും ജീവൻ നൽകി ജീവനിലേക്ക് പറഞ്ഞുവിട്ട ഏതാനും വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ നമുക്കിന്ന് ഉണ്ട്. അവർ പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലാതെ ആരും സ്വർഗത്തിൽ പോയവരാരും തിരിച്ചു വന്ന് നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളാരും അത് കണ്ടിട്ടുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു വ്യക്തി, പണമുള്ള ഒരു വ്യക്തി മരിച്ചു പോയാൽ ആ വ്യക്തിയുടെ ആത്മാവിന് ജീവിച്ചിരിക്കുന്നവർ വൈദികർക്ക് പണം കൊടുത്ത് കുർബാന ചൊല്ലിയും ഒപ്പീസ് ചൊല്ലിയും അവരെ സ്വർഗത്തിലേക്ക് കയറ്റുന്നത് വളരെ ഈസിയല്ലേ? അല്ലെങ്കിൽ വളരെ എളുപ്പമല്ലേ? സാധാരണക്കാരന്റെ ഒരു ചോദ്യമാണിത്. ഞാൻ എന്നും കേൾക്കുന്ന ഒരു ചോദ്യമാണിത്. പണമുള്ളവർക്ക് സ്വർഗത്തിൽ പോകുവാൻ എളുപ്പമല്ലേ? അച്ഛന്മാർക്കും സന്യസ്തർക്കും പണം കൊടുത്താൽ അവർക്ക് വേണ്ടി അവരെ പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് കയറ്റിക്കൊള്ളും. പലപ്പോഴും സാധാരണക്കാരന്റെ ഒരു ഭാഷയിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും ശരിയായി നമുക്ക് തോന്നാം എന്ന് വരികിലും ഒറ്റ വാക്കിൽ ഇതിന്റെ ഉത്തരം അല്ല എന്നുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ മരണമടയുമ്പോൾ നിത്യരക്ഷ അവകാശമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് ജീവിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ തന്റെ രക്ഷകനും നാഥനുമായി അംഗീകരിക്കുകയും മാമോദീസ സ്വീകരിക്കുകയും കുദാശകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തിക്ക് വേണ്ടി പണമുള്ളവനായാലും ശരി പണമില്ലാത്തവനായാലും ശരി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്.
അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ മനുഷ്യന്റെ ആത്മാവിനെ നമുക്ക് സഹായിക്കുവാൻ സാധിക്കും. ഒരു പണമുള്ള വ്യക്തി താൻ ജീവിച്ചിരുന്നപ്പോൾ മാമോദീസ സ്വീകരിക്കുകയോ യേശുവിനെ തന്റെ രക്ഷകനും നാഥനുമായി അംഗീകരിക്കുകയോ കുദാശകൾ സ്വീകരിക്കുകയോ ചെയ്യാതെ മരണത്തിന് അടിമപ്പെട്ടു പോയാൽ, മരണത്തിന് വിധേയനായാൽ, ആ വ്യക്തിയെ എത്ര കോടി രൂപ കൊടുത്താലും ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് ആനയിക്കുക എളുപ്പമല്ല, ആനയിക്കുക സാധ്യമല്ല. എത്ര ഒപ്പീസുകൾ ചെല്ലിയാലും, എത്ര കുർബാനകൾ അർപ്പിച്ചാലും ആ മനുഷ്യൻ നിത്യരക്ഷ അവകാശമാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ മാനദണ്ഡം. ആ മനുഷ്യൻ നിത്യരക്ഷ അവകാശമാക്കിയിരുന്നു എങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവ് ശുദ്ധീകരണത്തിന് വിധേയമാകുമായിരുന്നു. ഒരുപക്ഷെ കുറെ നാളുകളുടെ ശുദ്ധീകരണം, വളരെ നീണ്ട ഒരു നാളിന്റെ ശുദ്ധീകരണം ആ മനുഷ്യന് ആവശ്യമായിരിക്കാം. അതല്ലാതെ തൻ്റെ ജീവിതകാലത്ത് തനിക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ച് തനിക്കിഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്ത് ജീവിച്ച് മരിച്ചതിന് ശേഷം ജീവിച്ചിരിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി, ആ മനുഷ്യന് വേണ്ടി, ആ മനുഷ്യന്റെ ആത്മാവിന് വേണ്ടി 10,000 ഒപ്പീസ് ചെല്ലിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇത് ഞാൻ പറയുന്നതല്ല, സഭ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, നാം എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ബൈബിളിലെ ഒരു ഉപമയാണ് ധനവാന്റെയും ലാസറിന്റെയും ഉപമ. നിങ്ങൾ 100 പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു ഉപമയാണത്. അതുകൊണ്ട് തന്നെ സമയക്കുറവ് കൊണ്ടും അത് ഞാനിവിടെ കൂടുതലായി വിവരിക്കുന്നില്ല. ധനവാനായ ആ മനുഷ്യൻ ഒരിക്കൽ പോലും തൻ്റെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുവാനോ കർത്താവിനെ ആരാധിക്കുവാനോ സ്തുതിക്കുവാനോ മഹത്വപ്പെടുത്തുവാനോ തയ്യാറായിരുന്നുമില്ല. എന്നാൽ തൻ്റെ പടിവാതിക്കൽ കിടന്നിരുന്ന ലാസർ അദ്ദേഹത്തിൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. ധനവാനും ലാസറും മരിച്ചു. ലാസർ അബ്രാഹാമിന്റെ മടിത്തട്ടിലേക്ക് പോയി. ധനവാനോ തൻ്റെ ജീവിതകാലം മുഴുവൻ ധിക്കാരത്തിൽ ജീവിച്ചതുകൊണ്ടും മാനസാന്തരം മാനസാന്തരപ്പെടാത്തതുകൊണ്ടും നിത്യരക്ഷയ്ക്ക് അവകാശി ആയി തീരാത്തതുകൊണ്ടും അദ്ദേഹം നരകത്തിലേക്ക് പോയി. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഈ ധനവാന് വേണ്ടി 1000 കുർബാന അർപ്പിച്ചാലും, ഈ ധനവാന് വേണ്ടി 1000 ഒപ്പീസ് ചെല്ലിയാലും ആ ധനവാൻ ഒരിക്കലും അബ്രാഹത്തിന്റെ മടിത്തട്ടിലേക്ക്, അതായത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. ഇനി മൂന്നാമത്തെ ചോദ്യം, ഒരു മനുഷ്യൻ മരിച്ചു. മരിച്ചതിന് ശേഷം ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മനസ്സ് മാറ്റുവാൻ ഈ പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട് സാധിക്കുമോ? പ്രിയ സഹോദരങ്ങളെ, മുമ്പ് പറഞ്ഞതുപോലെ ഒറ്റ വാക്കിൽ ഇതിന്റെ ഉത്തരം ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഇതിനും ഒരു കണ്ടീഷനുണ്ട്. ഈ മനുഷ്യൻ, ഏതു മനുഷ്യനും എങ്ങനെ മരിക്കുന്നു എന്നുള്ളതാണ് സ്വർഗരാജ്യ പ്രവേശനത്തിനുള്ള മാനദണ്ഡം. മുമ്പ് പറഞ്ഞതുപോലെ നിത്യരക്ഷ നേടിയിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വഴി ആ ആത്മാവിൻ്റെ സഹനങ്ങളിൽ നമുക്ക് പങ്കുചേരുവാൻ സാധിക്കും. അതാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതെങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവരെയും ആദിമസഭയിൽ വിശുദ്ധർ എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത്. സഭ എന്ന് ഉദ്ദേശിക്കുന്നത് വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയെയാണ് സഭ എന്ന് പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങോ ഏതെങ്കിലും ഒരു കൂട്ടായ്മയോ അല്ല സഭ എന്ന് പറയും. വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത്. സഭയെ 3 വിഭജിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ സഭയിൽ 3 തരം മനുഷ്യാത്മാക്കളുണ്ട്. ഈ 3 തരം മനുഷ്യാത്മാക്കൾ എന്ന് പറയുന്നത് സമരസഭ, സഹനസഭ, വിജയസഭ. ഈ 3 പേരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്, പരസ്പരം സഹായിക്കുന്നവരാണ്. സമരസഭ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാനും നിങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഈ ലോകത്തിലെ മനുഷ്യരെയാണ് സമരസഭ എന്ന് പറയുന്നത്. ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളോടും വിഷമങ്ങളോടും പ്രയാസങ്ങളോടും ദുഃഖങ്ങളോടും എല്ലാം മല്ലടിച്ച് ജീവിക്കുന്ന, സമരം ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് സമരസഭ എന്ന് പറയുന്നത്. ഇനി സഹനസഭ എന്ന് പറയുന്നത്
ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന മനുഷ്യരാണ്. അവര് സഹനത്തിന്റെ തീച്ചുളയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെയാണ്, അല്ലെങ്കിൽ ആത്മാക്കളെയാണ് സഹനസഭ എന്ന് പറയുന്നത്. വിജയസഭ എന്ന് പറയുന്ന ആത്മാക്കൾ ഈ ലോക ജീവിതത്തിൽ വിജയം കണ്ടെത്തി വിശുദ്ധരായി ജീവിച്ചു മരിച്ച് വിജയാത്മാക്കളായി സ്വർഗത്തിലേക്ക് കടക്കുവാൻ കഴിഞ്ഞവരാണ് വിജയസഭയിലുള്ളത്. ഉദാഹരണമായി അന്തോണീസ് പുണ്യവാളനും സെബസ്ത്യാനീസ് പുണ്യാളനും പുണ്യാന്മാരെല്ലാവരും തന്നെ ഈ വിജയസഭയിൽപ്പെട്ടവരാണ്. എന്നാൽ ഈ സഭകളെല്ലാം, ഈ സഭയിലെ ആത്മാക്കളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടവരാണ്. ഈ സമരസഭയിലുള്ള ആളുകൾക്കും സഹനസഭയിലുള്ള ആളുകൾക്കും വിജയസഭയിലുള്ള ആളുകളോട് ചേർന്ന് നിന്നുകൊണ്ട് സഹനസഭയിലെ ആളുകളെ പ്രാർത്ഥനയിലൂടെ അവരുടെ സഹനങ്ങൾക്ക് ഇളവ് ചെയ്തു കൊടുക്കുവാനായി കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ചും വിജയസഭയിലുള്ള പുണ്യവാന്മാർ എന്ന് നാം വിശേഷിപ്പിക്കുന്നവർ ദൈവസന്നിധിയിൽ ദൈവത്തെ മുഖാമുഖം കാണുന്നവരാണ്. അവരുടെ പ്രാർത്ഥനകൾക്ക് വളരെ വിലയുണ്ട്. അവർ പറയുന്നത് ദൈവം തീർച്ചയായിട്ടും കേൾക്കാതിരിക്കുകയില്ല. അവിടെ തീർച്ചയായിട്ടും മാതാവുണ്ട്, യോസേപ്പ് പിതാവുണ്ട്, പുണ്യവാന്മാരുണ്ട്. ഇവരുടെ എല്ലാം പ്രാർത്ഥനകൾ തീർച്ചയായും പുത്രനായ ദൈവം കേൾക്കാതിരിക്കുകയില്ല. അതാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി 4-ാമത്തെ ചോദ്യം. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ഇനി 4-ാമത്തെ ചോദ്യം, മരിച്ചവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ടോ? ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ യെസ്, പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. എന്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ മക്കബായരുടെ 2-ാം പുസ്തകം 12-ാം അധ്യായത്തിൽ 42 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ മക്കബായർ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി നാം കാണുന്നുണ്ട്. അതായത് യുദ്ധത്തിന് ശേഷം 2000 ദാഖ്ര പൈസ അല്ലെങ്കിൽ ദാഖ്ര സമാഹരിച്ചുകൊണ്ട് അത് യെറൂസലേം ദേവാലയത്തിലേക്ക് അയച്ചുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം ഈ രണ്ട് മക്കബായർ 12-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യഹൂദന്മാരുടെ പൂർവ്വപിതാക്കന്മാർ, യഹൂദന്മാരായ മനുഷ്യർ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് കൂടാതെ മറ്റനേകം സ്ഥലങ്ങളിലും ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി 2 തിമോത്തി 1-ാം അധ്യായം 16 മുതൽ 18 വാക്യങ്ങളിലും ഇങ്ങനെയുള്ള പ്രാർത്ഥനകളെ പറ്റി പ്രതിപാദിക്കുന്നതായി ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് 5-ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതര ക്രൈസ്തവ സഭകൾ ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച് പറയാതിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ വിശ്വസിക്കാത്തത്? പ്രിയ സഹോദരങ്ങളെ, അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അവർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവർ കൊണ്ടു നടക്കുന്ന ബൈബിളിൽ മക്കബായരുടെ പുസ്തകം എന്നൊന്നില്ല. അവർ വിശ്വസിക്കുന്ന ബൈബിളിൽ 7 പുസ്തകങ്ങൾ കുറവാണ്. മക്കബായരുടെ 1-2 പുസ്തകങ്ങൾ അവർക്കില്ല. തോബിത്തിന്റെ പുസ്തകമില്ല, ജൂഡിത്തിന്റെ പുസ്തകമില്ല. അങ്ങനെ 7 പുസ്തകങ്ങൾ ഇതിൽ നിന്ന് കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് പലപ്പോഴും ഈ വിശ്വാസ സത്യങ്ങൾ കാണാനും അനുഭവിക്കാനും അറിയാനും കഴിയാതെ പോയിട്ടുള്ളത്. അപ്പൊ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വിശ്വസിക്കുന്ന ആ വിശ്വാസ സമൂഹത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ഇല്ല. അവരെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവർക്കത് വായിച്ച് മനസ്സിലാക്കുവാൻ അങ്ങനെ ഒരു പുസ്തകം അവരുടെ ബൈബിളിൽ ഇല്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. സാധാരണഗതിയിൽ സിറോ മലബാർ സഭ, പൗരസ്ത്യ കത്തോലിക്ക സഭ ധനഹാകാലത്തിന്റെ ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. അതായത് ഈ വർഷം 2025-ാം ആണ്ട് ഫെബ്രുവരിയിലെ ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ് സകല മരിച്ചവർക്കും വേണ്ടിയിട്ടുള്ള ഓർമ്മ ആചരിക്കുന്നത്. എന്നാൽ ലാറ്റിൻ സഭ അത് നവംബർ മാസത്തിലാണ് ആഘോഷിക്കുന്നത്. ഇതെന്താണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ,
ലിറ്റർജിക്കൽ കലണ്ടറിലെ വ്യത്യാസം കൊണ്ടാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാരണം അതാണ്. പല കാരണങ്ങൾ ഉള്ളതിൽ ഒരു കാരണം അതാണ്. സീറോ മലബാർ സഭയിൽ, പൗരസ്ത്യ സഭയിൽ 9 ലിറ്റർജിക്കൽ സീസണുകൾ ഉണ്ടെങ്കിൽ ലത്തീൻ കത്തോലിക്ക സഭയിൽ 6 സീസണുകളേ ഉള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടുള്ള ഒരു വ്യത്യാസം ഒരു കാരണമാണ്. ദനഹ കാലം എന്ന് പറയുന്നത് തന്നെ കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആഘോഷമാണ്. രണ്ടാമത്തെ കാരണം, ഇത് വലിയ നോയമ്പിന് തൊട്ട് മുമ്പാടായി വരുന്നതുകൊണ്ട് ഇത് ഈ മരിച്ചവരോടുള്ള ആദരവ് അർപ്പിക്കുവാനായിട്ടുള്ള ഏറ്റവും അനുചിതമായിട്ടുള്ള അവസരം ഇതാണെന്ന് സഭ കരുതിയത് കൊണ്ടാണ് ഈ ദനഹ കാലത്തിൻ്റെ അവസാന വെള്ളിയാഴ്ച മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഓർമ്മ ദിവസമായി സീറോ മലബാർ സഭ ആചരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, കാലം ഏതായാലും മാസം ഏതായാലും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ജീവിച്ചിരിക്കുന്നവർ കടപ്പെട്ടിരിക്കുന്നു. ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു എത്തിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല. ഞാൻ ഈ പറയുന്നതെല്ലാം കുടം കമത്തി വെച്ച് വെള്ളമൊഴിക്കുന്നതിന് തുല്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നിത്യരക്ഷ അവകാശമാക്കിയിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരിച്ചവർക്ക് വേണ്ടി, നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, എന്തുമാത്രം പ്രാർത്ഥിക്കണം, അത് നമ്മൾ ഓരോരുത്തരെയും ആശ്രയിച്ചിരുന്നു. അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ അവരുടെ ഓർമ്മ ദിവസം ഒരു കുർബാന എത്തിച്ച് ഒരു കുർബാനയിൽ പങ്കെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാധിക്കുമെങ്കിൽ ഉപവാസമെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാധിക്കുമെങ്കിൽ അവരെ അടക്കം ചെയ്തിരിക്കുന്ന ഖബറിടത്തിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വഴി ഈ ശുദ്ധീകരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ ആത്മാക്കളുടെ ശുദ്ധീകരണത്തിന് ഒരു ഇളവ് കിട്ടുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്യുവാൻ കടപ്പെട്ടവരാണ്. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, ഞാനിവിടെ നിർത്തുന്നു. വീണ്ടും കാണുന്നതുവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ സമാധാനവും സന്തോഷവും നേരുന്നു.